ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ശങ്കറിനെ കയറി കണ്ടോളൂ എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇവരെല്ലാവരും അകത്തേക്ക് പോയി. അപ്പോൾ ഗൗരി മാത്രം പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നിന്നു. ശ്യാം സാർ ചോദിക്കുകയാണ്, മോളെ നീ എന്താ മാറി നിൽക്കുന്നത്? നീ ശങ്കറിനെ കാണണ്ടേ? നീ കയറി വാ എന്ന് പറഞ്ഞു. അച്ഛൻ ശങ്കറിനെ കണ്ടിട്ട് വാ, ഞാൻ വന്നോളാം എന്നുള്ള മട്ടിൽ ഗൗരി സംസാരിച്ചു. അപ്പം ശ്യാം സാറും നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം ഗൗരി ICUവിൻ്റെ ആ ഹോളിലൂടെ ഇങ്ങനെ ശങ്കറിനെ നോക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അകത്ത് കയറിയിരുന്നു. അപ്പം നമ്മുടെ മണിമുത്തശ്ശി ഉണ്ടല്ലോ, കുട്ടിശങ്കറിൻ്റെ കയ്യിലും അതിലൊക്കെ ഇങ്ങനെ തൂത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമാണ് മുത്തശ്ശിക്ക്. അവൻ്റെ കുട്ടിശങ്കറിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റണില്ല. അതിനുശേഷം മുത്തശ്ശി ഇങ്ങനെ ഗൗരിയെ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഗൗരി ഇങ്ങനെ ഈ ചില്ലിലൂടെ നോക്കുന്ന കണ്ടിട്ട് കയറി വാ എന്ന് പറഞ്ഞിങ്ങനെ മുത്തശ്ശി കൈ കാണിച്ചതനുസരിച്ച് ഗൗരി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് ഇങ്ങനെ ശങ്കറിനെ നോക്കും, അതുപോലെ തന്നെ ഗൗരിയെ നോക്കും. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ മുത്തശ്ശി ഇങ്ങനെ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രാധ ഇങ്ങനെ നോക്കി നിന്നിട്ട്, അമ്മേ, കുട്ടിശങ്കറിനെ രക്ഷിച്ചത് അവൻ്റെ ഗൗരിയാണെന്ന് അവന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ലല്ലോ, കുട്ടിശങ്കറിനെ രക്ഷിച്ചതും അവൾ തന്നെ, കുട്ടിശങ്കറിനെ ഈ അവസ്ഥയിലാക്കിയതും അവൾ തന്നെയല്ലേ. അത് മറന്നു പോകാൻ പാടില്ലല്ലോ എന്ന് ഉടനെ രാധയുടെ വക ഒരു കമൻ്റ് കൂടെ വന്നു കേട്ടോ. അത് പറയാൻ മറന്നു പോവരുത് കേട്ടോ അമ്മേ എന്നൂടെ പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി, പാവം കുട്ടിശങ്കറിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേണി ഇങ്ങനെ നിന്നിട്ട്, അമ്മേ, ഗൗരിയുടെ ഒറ്റൊരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ മകനെ തിരിച്ചു കിട്ടിയത്. അത് മറന്നിട്ട് അമ്മ വെറുതെ ഈച്ച ഡയലോഗ് അടിക്കില്ല കേട്ടോ. വേണി എന്ന് വിളിച്ചു ആദർശ്. വേണ്ട, മിണ്ടരുത് എന്നുള്ള മട്ടിൽ തലയിങ്ങനെ ആട്ടി കാണിച്ചു. ഇനി അമ്മയോട് സംസാരിക്കണ്ട എന്ന്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മഹാദേവൻ വേഗം തന്നെ ആ തനി കുണം കാണിക്കണമല്ലോ. അപ്പോൾ ഇത്രയും നേരം സങ്കടപ്പെട്ട് നിന്ന മഹാദേവൻ്റെ മൈൻഡൊക്കെ മാറി കുട്ടിശങ്കരെ രക്ഷപ്പെട്ടു. അപ്പോൾ മഹാദേവൻ വേഗം തന്നെ അപ്പോൾ പ്രൊഫസറെ ഇപ്പം ശങ്കറിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പ്രൊഫസറും നമ്മുടെ മരുമോനും വേണിയും മുത്തശ്ശിയും നമ്മുടെ ആരതി മോളും ഒക്കെ കൂടിയുണ്ടല്ലോ. എന്നാൽ പിന്നെ ഇനിയിപ്പം ഇവിടെ നിൽക്കണമെന്നില്ലെന്നേ. ഇനി മോൻ ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. പ്രൊഫസർ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആട്ടി ഇറക്കുന്ന വിടുന്ന പോലെയാണ് നമ്മുടെ മഹാദേവൻ്റെ ഒരു സംസാരം. അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം ഒന്ന് നോക്കിയിട്ടോ. എന്നാൽ പിന്നെ മോളെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞിട്ട് ഇവരെല്ലാവരോടും അങ്ങോട്ട് ഇറങ്ങുക. ഗൗരി, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് ആദർശ് പറഞ്ഞു. അയ്യോ മരുമോനെ, എന്തിനാ നിങ്ങളൊക്കെ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഇവിടെ എന്തിട്ട് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കൊള്ളില്ലേ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മരുമോൻ നിന്ന് സമയം കളയണ്ട കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ മുത്തശ്ശിക്ക് അത്ര സൂചിച്ചൊന്നുമില്ല നമ്മുടെ. അതിനുശേഷം അജിത്തും ജോജും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഇതേണ്ട ഇറങ്ങി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നേഴ്സ് അവിടെ നിന്നിട്ട്, എല്ലാവരും കൂടെ ഇവിടെ നിൽക്കാൻ പാടില്ല, ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതി, ബാക്കി എല്ലാവരും പുറത്തു പോകണം എന്ന് നേഴ്സ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൗരി ഉടനെ പറഞ്ഞു, ഞാൻ നിൽക്കാം. വേണ്ട, എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ നിന്നോളാം എന്ന് ഉടനെ രാധ പറഞ്ഞു. ശങ്കറിൻ്റെ ഒപ്പം ഞാൻ നിൽക്കാം, അമ്മ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു ഗൗരി. ഉടനെ മഹാദേവൻ കയറി ഏറ്റുപിടിച്ചു. അയ്യോ, അത് നീ അല്ലല്ലോ മരുമോളെ തീരുമാനിക്കുന്നത്, ഞാനല്ലേ. അപ്പം ഒന്നും മിണ്ടിയില്ല. ശങ്കർ അതെല്ലാം കേട്ട് കിടക്കാട്ടോ. നീ വേഗം ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഗൗരിയോടാട്ടോ പറഞ്ഞത്, ശേഖര നീ ഇവരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് നീ പൊയ്ക്കോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ശേഖർ പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശിയും തള്ളിക്കൊണ്ട് നമ്മുടെ കമലയും പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഗൗരി ഇങ്ങനെ നിന്നിട്ട് ഗൗരിക്ക് പോവാൻ മനസ്സില്ല. മഹാദേവനും രാധാമണിയും ഗൗരിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോവാനായിട്ട് നിന്നോടല്ലേ ഗൗരി പറഞ്ഞത്? ഇവിടെ രാധാമണി നിന്നോളും, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഗൗരിക്ക് മനസ്സേ ഇല്ല കേട്ടോ. അപ്പോൾ ഗൗരി വേഗം ചെന്ന് ശങ്കറിൻ്റെ തലയിലൊക്കെ ഒന്ന് തൂത്ത് തലോടി. എന്നിട്ട് പോവാന്ന് യാത്രയൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പം ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഗൗരിയുടെ കൈക്ക് കയറി പിടിക്കുകയാണ് ശങ്കർ. അപ്പോൾ വേഗം തന്നെ തിരിഞ്ഞു നിന്നു. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറയുകയാണ്, ഈ കുട്ടി തന്നെ ശങ്കറിൻ്റെ അടുത്ത് നിൽക്കട്ടെ, അത് തന്നെ ആ പേഷ്യൻറ്റിന് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇത് മഹാദേവൻ ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. മഹാദേവൻ വേഗം തന്നെ
എന്തായാലും കുട്ടിശങ്കറിന് ഇഷ്ടം അവൻ അങ്ങനെ തന്നെയാണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പോൾ രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എടി രാധേ, അവൻ്റെ പെണ്ണ് അവൻ്റെ അടുത്ത് നിൽക്കുന്നതാ അവനിഷ്ടം. അതുകൊണ്ട് പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാദേവൻ വേഗം തന്നെ കുട്ടിശങ്കരനോട്, മോനെ കുട്ടിശങ്കര, അച്ഛനും അമ്മയൊക്കെ വീട്ടിലേക്ക് പോവാട്ടോ, പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടിശങ്കരൻ്റെ മുഖത്തും മുതയൊക്കെ തലോടിയ ശേഷം രാധയും കൂട്ടിക്കൊണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ, ശങ്കർ കൈ കയറി പിടിച്ചല്ലോ, തന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയല്ലോ എന്നൊക്കെ ഓർത്തപ്പം. അതിനുശേഷം പിന്നെ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഇവരിങ്ങോട്ട് താഴെ ഇറങ്ങി വന്നു. നമ്മുടെ ആദർശും മുത്തശ്ശിയും നമ്മുടെ ശ്യാം സാറും ആരതിയും. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും, അമ്മേ എന്തു പറ്റി അമ്മേ? അമ്മയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണത്? ഏയ് ഒന്നുമില്ലടാ മുത്തശ്ശി, അങ്ങനെയല്ലല്ലോ, എന്തോ ഒന്നുണ്ട്. മുത്തശ്ശി കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. എനിക്ക് നല്ല ദേഷ്യം വന്നു മോനെ. ശങ്കറിനെയും നമ്മുടെ മോളെ ഓർത്ത് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. എന്താ മുത്തശ്ശി, അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് ശ്യാമൻ ചോദിക്കുകയാണ്. ആ മഹാദേവൻ നമ്മളോട് ചെയ്തത് തീരെ ശരിയായില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നതല്ലേ, അതിൻ്റെയെങ്കിലും ഒരു മര്യാദ അയാൾക്ക് കാണിക്കാൻ പാടില്ലായിരുന്നോ? ഇതിപ്പം ആട്ടി ഇറക്കി വിട്ടതുപോലായില്ലേ അമ്മേ. അയാളുടെ വെളിവുകേട് അങ്ങനെ കരുതിയാൽ മതി. അയാളുടെ പെരുമാറിയ രീതിയോ അയാളുടെ സ്വഭാവമോ ഒന്നും നോക്കണ്ട. നമ്മൾ ശങ്കറിനെ കുറിച്ച് ഓർത്താൽ മതി. ഒരു കുഴപ്പമില്ലാതെ ശങ്കർ രക്ഷപ്പെട്ടല്ലോ അമ്മേ, അതുപോരെ നമുക്ക്. ശങ്കർ രക്ഷപ്പെടുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ മുത്തശ്ശി. കണ്ടില്ലേ മുത്തശ്ശി, മരണത്തിൻ വക്കിൽ നിന്നാണ് ഇപ്പം ശങ്കർ തിരിച്ചു വന്നിരിക്കുന്നത്. എടാ മോനെ, ഈ ബോധം മഹാദേവന് വേണ്ടേ? ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ സ്വയം വിലയിരുത്തുന്നതും സംഭവിച്ചു പോയ തെറ്റുകൾ എന്താ പറയുക അത് ക്ഷമിക്കാനും അതുപോലെ തന്നെ ആ തിരുത്താനും തയ്യാറാവുന്നത്. അത് ജീവിതത്തിൻ്റെ കാലഗതിയെ തന്നെ മാറ്റും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങളാണ് ഗുരു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ മഹാദേവൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ പോലും സംഭവിക്കില്ല എന്ന് എനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. വേഗം മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല വേണിമോളെവിടെ? വേണിമോളെ കണ്ടില്ലല്ലോ. ആ അമ്മ വിഷമിക്കണ്ട, വേണി ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞു. ഇല്ലടാ ശ്യാമേ, അവിടെ നിന്നില്ല അവൾ നമ്മളുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയതാ, ഞാൻ കണ്ടതാ. വേണി എവിടെ പോയി? ആദർശേ, നീ അവളെ ചെന്നൊന്ന് കൂട്ടിക്കൊണ്ടുവാ, അവൾ എവിടെയാന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. ആദർശേ നീ ചെല്ല്, നീ വേഗം പോയി വേണിമോളെ കൂട്ടിക്കൊണ്ടുവാ എന്ന് മുത്തശ്ശി പറയാണ്. മുത്തശ്ശി, വേണിയുടെ കാര്യം ഓർത്ത് മുത്തശ്ശി വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവൾ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാം. വേണി ഇവിടെ എങ്ങും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവില്ലെന്നോ? നീ എന്തീ പറയുന്നത്? അല്ല മോനെ, പിന്നെ വേണി ഇവിടെ ഉണ്ടാവില്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. വേണിയുള്ള സ്ഥലം എനിക്ക് മനസ്സിലായി മുത്തശ്ശി, എനിക്കറിയാം അവൾ എവിടെയാവുള്ളതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ്. ആകെ കരഞ്ഞ് സങ്കടപ്പെട്ട് വേണി ഇതേണ്ട നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്ന് നിൽക്കുകയാണ് തൊഴുത് പ്രാർത്ഥിച്ച്. ഭഗവാനെ ശരിയാട്ടോ, ശരിയാ, എല്ലാം ശരിയായി. പക്ഷേങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ ചെയ്ത തെറ്റിനൊന്നും എൻ്റെ ഏട്ടനെ ശിക്ഷിക്കരുത് കേട്ടോ. അപ്പം കൈ കൂപ്പി പിടിച്ച് വേണിയുടെ കരച്ചിൽ കണ്ടാൽ ശരിക്കും നമുക്കൊരു സങ്കടമാവും കേട്ടോ. അതുപോലെ ഒരു കുഞ്ഞു കുട്ടി പ്രാർത്ഥിക്കുന്നത് പോലത്തെയുള്ള മനോഭാവത്തിലാണ് വേണി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത്. ഏട്ടൻ പാവാട്ടോ. നമ്മുടെ ഗൗരീനെ ഏട്ടന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ അല്ലേ? എല്ലാം അറിയുന്ന ആളല്ലേ ഇരിക്കുന്നത്. ദേ, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ പിരിക്കാനാണോ നോക്കുന്നത്? അങ്ങനെ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ പാടുണ്ടോ? നിനക്കറിയില്ലേ? അവരെ രണ്ടുപേരെയും ദൈവമായിട്ട് അകറ്റിക്കളയരുത് കേട്ടോ. ഞാൻ പറയണത് വല്ലതും നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് വെറും എന്താ പറയുക ഒരു കളിയായിട്ടാണോ കാണുന്നത്? ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഏട്ടനെ ഗൗരിക്ക് തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. അവർ നന്നോണം ജീവിച്ചോട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ ഒരു പെങ്ങടെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയാട്ടോ ഇത്. കേൾക്കാതിരിക്കരുതേ, തള്ളിക്കളയരുത് കേട്ടോ. എൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. എൻ്റെ ഏട്ടനും ഗൗരിയും സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് കൺകുളിർക്ക് അത് കാണണം എന്നൊക്കെ പറഞ്ഞ് വേണി ആകെ ചങ്കു പൊട്ടിക്കരയുക. എൻ്റെ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു തരണം, തന്നേ പറ്റൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേണി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്ന സമയത്താണ് നമ്മുടെ ആദർശ് തപ്പിതേണ്ട അവിടേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പോൾ വേഗം ആദർശ് വേണിയുടെ അടുത്തേക്ക് എത്തി. വേണി, നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ശങ്കറിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ആദർശേട്ടൻ എന്നെ കളിയാക്കിയതാണോ? എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനേ അറിയൂ. ആദർശേട്ടാ, ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല ആദർശേട്ടാ. വേണി, നിഷ്കളങ്കമായ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ശങ്കറിന് വേഗം സുഖപ്പെടും. അവൻ ഓക്കെ ആവും. ഞാനല്ലേ ഈ പറയണത്. നീ ധൈര്യമായിട്ടിരിക്കും. അപ്പം എന്താ പറയുക, വേണിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ആദർശ വേണീനെ ചേർത്ത് തന്നെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണിക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെയായി. പിന്നെ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ICU എന്നൊക്കെ മാറ്റി വാർഡിലേക്ക് ആക്കിയിരിക്കുകയാണ് നമ്മുടെ ശങ്കറിനെ. അപ്പോൾ ഗൗരി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരിയ്ക്കുന്ന സമയത്ത് റൂമിലേക്ക് ഒരു നേഴ്സ് കയറി വന്നു. അപ്പോൾ നേഴ്സ് കയറി വന്ന് ഇങ്ങനെ പാത്രം വെച്ച് ശബ്ദം കേട്ടിട്ടാണ് ശങ്കർ വേഗം കണ്ണ് തുറക്കാണ്. ശങ്കർ, എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ? മുഖത്ത് ആ ഒരു ക്ഷീണത്തിൻ്റെ അളവൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്തേ, നീ വേഗം വീട്ടിലേക്ക് സ്കൂട്ടയക്കേ. ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു. വെറുതെ എന്തിനാ? അപ്പം വേഗം തന്നെ ശങ്കറിൻ്റെ മുഖം തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ശങ്കർ എന്തേ പറയുന്നത്? ഞാൻ ശങ്കറിൻ്റെ ആരാ? ശങ്കറിൻ്റെ ഭാര്യയല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ല എന്ന് ഒരിക്കലും ദയവ് ചെയ്ത് ഇനി പറയരുത്. എന്താ ഒന്നും മിണ്ടാത്ത ശങ്കർ? പറയേ. എനിക്കിതുപോലെ എന്തെങ്കിലും പറ്റി ഞാൻ ഹോസ്പിറ്റലായാൽ ശങ്കർ എനിക്ക് കൂട്ടു നിൽക്കില്ലേ? ശങ്കർ എന്നെ നോക്കില്ലേ? അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? എന്താ ശങ്കറിന് തോന്നുക? അതെ, ഞാനും നീയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതൊന്നും ശരിയാവില്ല ഗൗരി എന്ന് ശങ്കർ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ഡോക്ടർ അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ കയറി വന്നിട്ട്, ശങ്കർ, ഹൗ ആർ യു ഫീലിംഗ് നൗ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടണില്ല, ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആർ യു ഫീലിംഗ് ഓക്കെ? അപ്പോൾ ഇംഗ്ലീഷൊന്നും അറിയില്ലാത്തതുകൊണ്ടായിരിക്കും ശങ്കർ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചപ്പോഴും ശങ്കറിൻ്റെ മുഖത്തൊട്ടും തെളിച്ചില്ല കേട്ടോ. ദ ഹെൽത്ത് ഹാസ് ഇംപ്രൂവ്ഡ്. ഇഫ് യു വാണ്ട് ടേക്ക് ഹിം ഹോം ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞു. അല്ല ഡോക്ടർ, 2 ദിവസം കൂടെ കഴിഞ്ഞ് പോയാൽ പോരെ? അതായിരിക്കില്ലേ നല്ലത്? ഓക്കെ, വി വിൽ ഡിസ്ചാർജ് ആഫ്റ്റർ 2 days ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഗൗരി പറഞ്ഞത് കേട്ടിട്ട് ഡോക്ടർ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ശങ്കർ പറയാണ്, അത് പറ്റില്ല ഡോക്ടറെ. 2 ദിവസം പോയിട്ട് എനിക്ക് 2 നിമിഷം പോലും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഇന്ന് തന്നെ പോകണം കേട്ടോ. ഇപ്പം തന്നെ പോകണം എനിക്ക്. ഡോക്ടർ ഒരു കാര്യം ചെയ്തേ, ഡോക്ടർ എനിക്ക് ഒരു ഡിസ്ചാർജ് എഴുതിത്താ എന്ന് പറഞ്ഞു. ശങ്കർ എന്ന് വിളിച്ചു ഗൗരി. അപ്പോൾ ഗൗരിയെ നോക്കുക, എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം. ഇനി ഒരു മാറ്റവും ഇല്ല. അത് ആര് പറഞ്ഞാലും ആര് വിചാരിച്ചാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വിൽ ഡിസ്ചാർജ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ശങ്കറിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡോക്ടർ തീരുമാനിച്ചു. എന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ശങ്കറിനാണ് കലി പൂണ്ട പോലെയാണ് ശങ്കർ നോക്കുന്നത്. മുഖത്തൊരു സന്തോഷവും ഇല്ല. എന്നിട്ട് ഗൗരിയെ നോക്കും, എന്നിട്ട് മുഖം തിരിച്ചു വയ്ക്കും. അങ്ങനെ ആകെ പിണക്കത്തിലാണ് ആൾ, ആകെ സങ്കടത്തിലുമാണ്. പിന്നെ ശംസാറിൻ്റെ വീട്ടിലാട്ടോ കാണുന്നത്. അപ്പോൾ ശംസാറിൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നന്ദിനിയമ്മയും മുത്തശ്ശിയും ആദർശവും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ വേണിയാണ് കേട്ടോ വിളമ്പി കൊടുക്കണം എല്ലാവർക്കും. വേണി ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരെണ്ണോടങ്ങ് കഴിച്ചേ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട വേണി, മതി എന്ന് പറഞ്ഞു കേട്ടോ. അത് പറ്റില്ല കേട്ടോ, ഇത് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ആദർശിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അവൾ സ്നേഹത്തോടെ തരുന്നതല്ലേ, നീ അതോടെ കഴിക്കുക എന്ന് മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ. അപ്പം വല്ലപ്പോഴും ആ വേണി ചേച്ചി സ്നേഹം പുറത്തെടുക്കുന്നത്, അത് മിസ്സാക്കല്ല എൻ്റെ ആദർശേട്ടാ എന്ന് പറഞ്ഞു ആരതി. എടി ആരതി, മറ്റുള്ളവരെ കളിയാക്കുന്നത് ശീലമുണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണേ എന്ന് പറഞ്ഞു ഉടനെ പ്രൊഫസർ. അപ്പോൾ ശ്യാമേട്ടനും ഞാനും നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്താ ആരതി അത് മനസ്സിലാവാത്തത്? അത് പിന്നെ വേണി നിൻ്റെ ഏട്ടത്തിയാ, അത് നീ മറന്നു പോവില്ല കേട്ടോ. പ്രൊഫസറെ, നന്ദിനിയമ്മേ, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പട്ടുവാക്കാരി കളിയാക്കിയാ പറഞ്ഞെങ്കിലേ പറഞ്ഞതിൽ കുറച്ച് കാര്യം കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താണെന്നറിയോ? സ്നേഹം എന്ന് വെച്ചാൽ അതെന്തിട്ടാണ് എന്നെനിക്ക് മനസ്സിലാക്കി തന്നതേ ഈ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ. അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ ഞാൻ തെറി പറയണത് നിർത്തി, വഴക്കുണ്ടാക്കണത് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിലുണ്ടല്ലോ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് പ്രൊഫസറും നന്ദിനിയമ്മയും നിങ്ങളൊക്കെ ചേർന്നിട്ടാട്ടോ. എൻ്റെ ഈ മാറ്റത്തിന് കാരണം നിങ്ങളാ.
എൻ്റെ ഏട്ടൻ ഗൗരിയെ ഇത്രയും സ്നേഹിക്കുന്നതിന് കാരണം അതെ അവള് ഈ വീട്ടിലെ കുട്ടിയായതുകൊണ്ടാ. അതെനിക്ക് ഉറപ്പാട്ടോ. അതാ ഏട്ടന് അത്രയോ സ്നേഹം. ആരതി, നീ കേട്ടല്ലോ അല്ലേ? ഭർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്, നീ വേണിമോളെ കണ്ട് പഠിക്ക് എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പം വേണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതെ, താമസമില്ലാതെ നിന്നെ വല്ലവൻ്റെയും കൂടെ കെട്ടിച്ചു വിടേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആരതിക്ക് ഒരു ചിരിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ആരതി ഇങ്ങനെ ചിരിക്കുന്ന കണ്ടിട്ട്, അല്ല നമ്മുടെ പട്ടുപാവടക്കാരി എന്താലോചിച്ചാ ചിരിച്ചത് എന്ന് ചോദിച്ചു വേണി. അപ്പോൾ കയ്യിൽ നിന്ന് പോയി. ആകെ സന്തോഷത്തിലാണ് ആരതി. പട്ടുപാവടക്കാരി എന്താലോചിച്ചാ ചിരിച്ചതെന്ന് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തൊന്നും മിണ്ടാത്തത്? അതെ ആരതി മോളെ, നീ ഇപ്പം ഈ ചുള്ളനെക്കുറിച്ച് ആലോചിച്ചില്ലേ മനസ്സിൽ? ഞാൻ ചോദിച്ചില്ലേ, ആളെ എനിക്ക് മനസ്സിലായിട്ടോ എന്ന് പറഞ്ഞു. ദേ വേണു ചേച്ചി, ഇല്ലാത്തതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ആഹാ, വെറുതെയോ? എന്നാ പിന്നെ ഞാൻ ആ ചുള്ളൻ്റെ പേര് പറയട്ടെ എന്ന് ചോദിച്ചു വേണി. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അല്ല, ആരാള് എന്ന് ചോദിച്ചു വേണി. പറയട്ടെ പറയട്ടെ എന്നിങ്ങനെ വേണി ഇങ്ങനെ ചോദിക്കുകയാണ് ആരതിയോട്. സമയമാവട്ടെ, ഞാൻ അപ്പം പറയട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരതി തൽക്കാലം രക്ഷപ്പെട്ടു. എന്നിട്ട് വേണി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിരിയാണ് വന്നത്. വേണിയുടെ ഒരു കുറുമ്പ് പോലെയാണ് കേട്ടോ എല്ലാവരും കണ്ടത്. അപ്പോൾ ആരതി തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്നോർത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതേൻ്റെ സിസ്റ്റർ വന്ന് മരുന്നിൻ്റെ സ്ലിപ്പൊക്കെ എഴുതി കൊടുക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് വീട്ടിൽ പോകണമല്ലോ. അതെ, കഴിക്കേണ്ട സമയം കൃത്യമായിട്ട് കവറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് സിസ്റ്റർ മരുന്നെല്ലാം എടുത്ത് അവിടെ വെച്ചിട്ട് അവരങ്ങ് പോയി. ഇപ്പോൾ ഇത്രയും അത്യാവശ്യമായിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും ശങ്കർ ഒന്നും മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയായിരുന്നോ? അപ്പോൾ ശങ്കരൻ മുഖം തിരിച്ചു വെച്ചു കേട്ടോ. ആര് പറഞ്ഞാലും കേൾക്കരുത്, തന്നിഷ്ടം തന്നെ നടക്കണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്, നടക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗരി അപ്പുറത്തേക്ക് തിരിഞ്ഞ് ഈ ഗുളികയുടെയും അതുപോലെ ബാക്കിയെല്ലാത്തിൻ്റെയൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ശങ്കറിനെ കുറച്ച് കഞ്ഞി കൊണ്ടുപോയി ഒരു സ്റ്റൂളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശങ്കർ ഈ കൈ കൊണ്ട് ഈ സ്റ്റൂളിൽ നിന്ന് ഈ കഞ്ഞി എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഗൗരി, എന്താ ശങ്കർ ഇത്, ഒന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ എടുത്ത് തരില്ലേ, എന്താ ഇത് എന്ന് ചോദിച്ച് വേഗം തന്നെ കഞ്ഞി എടുത്തിട്ട് എന്താ ശങ്കർ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ മുഖം തിരിച്ചങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേർ മുഖം തിരിക്കുന്നത് പോലെ. എന്നിട്ട് വീണ്ടും ഗൗരി എടുത്തു കൊടുത്തു. പക്ഷേ എങ്കിൽ ശങ്കർ കഴിക്കാൻ കൂട്ടാക്കിയതേ ഇല്ല. വാശി പിടിക്കല്ലേ ശങ്കർ, ഇത് കഴിക്ക് പ്ലീസ് ശങ്കർ എന്ന് പറഞ്ഞു. എന്നിട്ടും തിരിഞ്ഞു നോക്കിയതുമില്ല, കഴിച്ചതുമില്ല. അവസാനം ശങ്കർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഗൗരിക്ക് ആകെ വിഷമായി. എന്നാലും ഗൗരി പിന്നെയും ശങ്കറിന് കോരിക്കൊടുക്കുകയാണ്. ദാ കുറച്ചെങ്കിലും വാശി പിടിക്കാതെ കഴിക്കുക ശങ്കർ. ശങ്കർ എന്താ ഇങ്ങനെ? ശങ്കർ എന്താണെങ്കിലും ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല. ശങ്കർ തോന്നുന്നുണ്ടോ ഞാനാണ് ശങ്കറിനെ വേദനിപ്പിച്ചതെന്ന് ശങ്കറിന് തോന്നുന്നുണ്ടോ? ഇല്ല ശങ്കർ, ഒരിക്കലും എൻ്റെ ശങ്കറിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ശങ്കറിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശങ്കർ എൻ്റെ കൊമ്പനല്ലേ, എൻ്റെ കൊമ്പൻ ഇങ്ങനെ തലയെടുപ്പോടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നും കൊമ്പനായിട്ട് തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശങ്കറിൻ്റെ മൈൻഡൊക്കെ വേഗം ഫ്രഷായി. വേഗം ഗൗരി ഇതേ ചോറ് വാരി കൊടുത്തു. അപ്പോൾ വേഗം തന്നെ അതങ്ങ് വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ശങ്കറിന് ആരെ സ്നേഹിക്കണം, എന്ത് ചെയ്യണം, അത് ഗൗരീനൊരു പാഠം പഠിപ്പിക്കാതെ എന്താണേലും വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ശങ്കർ. അപ്പോൾ ഇങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശങ്കറിന് ചോറ് വിക്കി. ഈ സമയം തല്ലൊക്കെ കൊട്ടി വേഗം തന്നെ തൂത്തൊക്കെ വൃത്തിയാക്കുകയാണ് ഗൗരി. അപ്പോഴാണ് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ശേഖരനെ കണ്ടപ്പോൾ എന്തോ ഗൗരി പേടിച്ച് നിൽക്കുന്നത് പോലെയാണ് ശങ്കറിന് തോന്നിയത് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.